Talk of the town. 21 വർഷം പ്രവാസിയായിരുന്ന ഒരാൾ എഴുതിയത് ഒരു കുട്ടിയുടെ കഥയാണ്. ഒറ്റാലും റഷ്യൻ സാഹിത്യമായിട്ട് എന്താ ബന്ധം? റഷ്യയുടെ സ്പോർട്സിനെ കുറിച്ച് പറയുന്നതിന് പകരം റഷ്യൻ സാഹിത്യത്തെ കുറിച്ച് പറയണമെന്ന് വാശി പിടിക്കുന്ന ഒരു മലയാളി. റഷ്യൻ സാഹിത്യം ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ സാഹിത്യമാണ് റഷ്യൻ സാഹിത്യം. കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കൂടുതലും ഞാൻ ഈ റഷ്യൻ സാഹിത്യവുമായിട്ട് വളരെ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് നാട്, ഇതേപോലുള്ള മാഗസിൻസ് ഇതൊക്കെ വരുമായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ അവിടെ എൻ്റെ തന്നെയുള്ള ഗ്രാമത്തിലെ ഒരു ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കൊണ്ടുതരുന്ന പുസ്തകങ്ങളെല്ലാം റഷ്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളാണ്. അത് ഡോസ്റ്റോസ്കി ആണെങ്കിലും ടോൾസ്റ്റോയ്, ആന്റൺ ചെക്കോവ്, ഇതേപോലുള്ള ഇവരൊക്കെ എഴുതിയ നോവലുകളും കഥകളും ഇതൊക്കെ വായിച്ച് ഞാൻ പലപ്പോഴും അറിയാതെ ഈ റഷ്യൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൂടി പോയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഞാൻ പലപ്പോഴും ബിർച്ചുമരങ്ങളുടെയും ഓക്കുമരങ്ങളുടെയും അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെയും ഒക്കെ അരികിൽ കൂടി നടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആന്റൺ ചെക്കോവിനെയും മാക്സിം ഗോർക്കിയും ലിയോ ടോൾസ്റ്റോയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു മലയാളി. അദ്ദേഹത്തിന് റഷ്യയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. റഷ്യ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ റഷ്യ കണ്ടിട്ടില്ല. ഇതെല്ലാം എൻ്റെ ഭാവനയിൽ ഞാൻ മെനഞ്ഞെടുത്ത കഥകൾ, ഈ കഥകൾക്കിടയിൽ കൂടി ഞാൻ മെനഞ്ഞെടുത്ത ചില ബിംബങ്ങളാണ് ഇതൊക്കെ. റഷ്യ കാണാത്ത ഒരാൾ റഷ്യയിലെ ഒരു കഥയെ വെച്ച് തിരക്കഥ എഴുതി നാഷണൽ അവാർഡ് നേടി. ആ കഥയാണ് ആദ്യം കേൾക്കേണ്ടത്. എങ്ങനെയാണ് ആ കഥ തിരക്കഥയായത്? ഒറ്റാൽ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ വിക്കർ ബാസ്ക്കറ്റ് ഫോർ ക്യാച്ചിങ് ഫിഷ്. മീനിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു സ്തൂപാകൃതിയിലുള്ള ചൂരൽ കൊണ്ടുള്ള കുട്ടയാണ് ഒറ്റാൽ എന്ന് പറയുന്നത്. അത് കുട്ടനാടൻ കായലോരങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഈ കായൽ പ്രദേശങ്ങളിലൊക്കെ മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ഒരു കുട്ടയാണ്. ഇതിലേക്ക് നിൽക്കുന്ന ഒരു വലിയ ആൽമരം അല്ല, അത് ഒറ്റയാൽ. ഇത് ഒറ്റാൽ. പലരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും പലർക്കും അതൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഈ ഒറ്റാലും ഒറ്റയാലും ചിലപ്പോൾ പല ഇന്റർവ്യൂലൊക്കെ ഒറ്റയാലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ തിരുത്തി അവരോട് പറയാറുമുണ്ട്. അല്ല, ഒറ്റാൽ എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഒറ്റാലിനകത്ത് ഒരു മീൻ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അത് ഇതേപോലെ നമ്മളുടെ ഈ ചില കുട്ടികളുണ്ട്, നമ്മുടെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ, ബാലവേലയ്ക്ക് അടിമയായി പോകുന്ന കുട്ടിയുടെ കഥയാണ് ഈ ഒറ്റാൽ എന്ന് പറയുന്ന സിനിമയിൽ കൂടി സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. അതും ഒരു റഷ്യൻ കഥയിൽ നിന്നുണ്ടായ തിരക്കഥയാണ്. തീർച്ചയായിട്ടും. അത് ആന്റൺ ചെക്കോവിന്റെ വാങ്ക എന്ന ഒരു ചെറിയ കഥ, 4 പേജോളം വരുന്ന ഒരു ചെറിയ കത്താണ്. വാങ്ക ഷുക്കോവ് എന്ന 9 വയസ്സുകാരനായ ഒരു കുട്ടി, അവന്റെ വല്യച്ഛൻ കോൺസ്റ്റാന്റിൻ മക്കാറിച്ച് എന്ന് പറയുന്ന അവന്റെ വല്യച്ഛൻ എഴുതുന്ന ഒരു കത്താണ്. അപ്പം അവൻ ജനിച്ചു വളർന്ന് അവൻ കളിച്ചു നടന്ന അവന്റെ ഗ്രാമത്തിൽ നിന്നും ഒറ്റപ്പെട്ട് അവന്റെ വല്യച്ഛൻ അവനെ സംരക്ഷിക്കാനുള്ള ഒരു ത്രാണിയില്ലാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അവനെ ഷൂ മേക്കിംഗ് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നഗരത്തിലെ ഒരു ഷൂ മേക്കറുടെ അടുത്തേക്ക് വിടുകയാണ്. അല്യാനോവ് എന്ന് പറയുന്ന ഒരു ഷൂ മേക്കർ. ആ ഷൂ മേക്കർ വളരെ ക്രൂരനും മനുഷ്യത്വം ഇല്ലാത്ത ഒരാളുമായിരുന്നു. അയാൾ ഈ കൊച്ചു ബാലനെ കൊണ്ട് അവന്റെ പ്രായത്തിൽ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുകയും വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കുകയും മീൻ വെട്ടുകയും അങ്ങനെ ഇവൻ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും അത് ശരിയാകാതെ വരുമ്പോൾ ഷൂവിന്റെ ഇതുകൊണ്ട് അടിക്കുകയും അങ്ങനെയൊക്കെ ഇവനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഇവന് ഭക്ഷണം കൊടുക്കത്തില്ല. ഈ റഷ്യയിലെ തണുത്തുറഞ്ഞ രാത്രികളിൽ പലപ്പോഴും ചാക്കിന്റെ മുകളിലൊക്കെയാണ് ഇവൻ കിടന്നുറങ്ങുന്നത്. ഇവന് നല്ല വസ്ത്രങ്ങളില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ അവൻ സഹിക്കുന്ന, അവന്റെ പ്രായത്തിൽ കൂടുതൽ അവൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ തീവ്രമായ വേദനയുടെ കഥയാണ് ഒറ്റാൽ എന്ന സിനിമയിൽ കൂടി വരുന്നത്. With RJ Sean.